ആരാധകരെ ശാന്തരാകുകയും പാർട്ട് 2 ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ എഴുന്നേറ്റ് അപ്പവും ചിക്കൻ കറിയായിട്ട് ഒരു മൽപ്പിടുത്തമൊക്കെ നടത്തി ക്യാത്തിൽ അമ്മച്ചിയുടെ കുഞ്ഞ് ഗസ്റ്റ് ഹൗസിന് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വിട വാങ്ങി. ടൂർ ഗൈഡർ ഞാനായതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്പോട്ട് ബീച്ചായിരുന്നു. പക്ഷേ മഴ ചതിച്ചു. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നെക്സ്റ്റ് സ്പോട്ട് ചൂസ് ചെയ്തത് കേസ് ഗേഡായിരുന്നു. കൗണ്ടി മലയിലെത്തുന്ന പാതി ആൾക്കാർ മിസ് ചെയ്യുന്നൊരു സ്പോട്ടാണിത്. പക്ഷേ ഒരു വോൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഐറ്റമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കപ്പയും മീൻകറിയൊക്കെ കൂട്ടിയടിച്ച് ഞങ്ങൾ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. കുഞ്ഞു കുഞ്ഞു തോടുകളും അരുവികളും ചെമ്മരി ആടുകളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. മാത്രമല്ല ഈ കാണുന്ന എന്താണെന്ന് മനസ്സിലായോ? 200 വർഷം പഴക്കമുള്ള തിമിംഗലത്തിന്റെ തല. നിങ്ങൾ വിശ്വസിച്ചില്ല, എന്നാൽ ഞാനത് വിശ്വസിക്കേണ്ടി വന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഇവിടെ കടലിന്റെ ചെറിയൊരു തീരം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചു നേരം കപ്പലിനെയും കുറിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു. ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്പോട്ടിലേക്കുള്ള പ്ലാനിങ് ആയിരുന്നു. ഒന്നും നോക്കിയില്ല, ആസ് ലേക്ക് വാട്ടർഫോളിലേക്ക് തന്നെ വിട്ടു. ഇതൊരു ഒന്നൊന്നര ഐറ്റാണ് കേട്ടോ. കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാനുണ്ട്. പിന്നെ ചെറിയ തേനീച്ചകളുടെ ശല്യമുള്ളത് കൊണ്ട് ഞങ്ങൾ അവിടുന്ന് പെതുക്കെ വിട്ടു. പിന്നൊന്നും പറയണ്ട,